വിദ്യാർത്ഥികൾക്കായി ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത. വിവാദ സിനിമ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത. വിശ്വാസോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഇടുക്കി രൂപതയിൽ സിനിമ പ്രദർശിപ്പിച്ചത്. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് പ്രദർശനം നടന്നത്. രൂപതയിലെ 10 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് പ്രദർശനം നടത്തിയത്. പ്രണയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളുടെ മുന്നിൽ സിനിമ പ്രദർശിപ്പിച്ചതെന്നാണ് രൂപത അധികൃതർ പറയുന്നത്. പ്രതിഷേധങ്ങൾക്കിടെ വിവാദ സിനിമ ദ കേരള സ്റ്റോറി കഴിഞ്ഞ ദിവസമാണ് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തത്. ചിത്രം ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രംഗത്ത് വന്നിരുന്നു. കേരളത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിൽ ഭിന്നിപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കിയിരുന്നു. നഗ്നമായ പെരുമാറ്റ ചട്ടലംഘനമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. വൻ വിവാദങ്ങൾ അഴിച്ചുവിട്ട ദ കേരള സ്റ്റോറി സിനിമ ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടിയിരുന്നു. ആദ ശർമ്മയെ നായികയാക്കി സുദീപ് തോസൻ രചനയും സംവിധാനവും നിർവഹിച്ച ദ കേരള സ്റ്റോറി ചിത്രം നിർമ്മിച്ചത് ബോളിവുഡ് നിർമ്മാതാവ് വിപുൽ അമൃതലാൽ ഷായായിരുന്നു. ചിത്രമാകെ ഇന്ത്യയിൽ നിന്ന് 225 കോടി നേടിയെന്നാണ് വിവരം. മെയ് 5-നാണ് ചിത്രം റിലീസായത്. ട്രേഡ് അനലിസ്റ്റ് തരൺ ആദർശ് ഇതിന്റെ കണക്കുകൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റോറി സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു. കേരളത്തെയും പ്രത്യേക വിഭാഗത്തെയും മോശമാക്കി ചിത്രീകരിച്ച സിനിമ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രദർശിപ്പിക്കുന്നത് ധ്രുവീകരണ നീക്കം നടത്തി വോട്ട് നേടാനുള്ള ശ്രമമെന്ന് സംശയിക്കുന്നതായി CPM കുറ്റപ്പെടുത്തി. പ്രതിഷേധങ്ങൾക്കിടെയും കഴിഞ്ഞ ദിവസം രാത്രി 8-ന് ദൂരദർശനിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. എറണാകുളം ജില്ലയിലെ മുളുന്തുരുത്തി അരയൻകാവിന് സമീപം വാഹനാപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. കാഞ്ഞിരമറ്റം സ്വദേശികളായ ജോയൽ ജോസഫ് ആന്റണി, നിസാം എന്നിവരാണ് മരിച്ചത്. എതിർദിശകളിൽ നിന്ന് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ബൈക്ക് യാത്രക്കാരാണ് മരിച്ചത്. കാറിലിടിച്ച സ്കൂട്ടർ സമീപത്തെ മതിലിടിച്ച് മറിഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ ഇന്നലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിച്ചു. രണ്ടാമത്തെയാൾ ഇന്ന് പുലർച്ചെ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. അമ്മയ്ക്ക് പിന്നാലെ മകളും യാത്രയായി. കൊല്ലം കരുനാഗപ്പള്ളി തൊടിയൂരിൽ തീപ്പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. അനാമികയാണ് മരിച്ചത്. മാർച്ച് 5-നാണ് 7ഉം 2ഉം വയസ്സുള്ള മക്കളെ തീ കൊളുത്തിയ ശേഷം അമ്മ അർച്ചന ജീവനൊടുക്കിയത്. കുടുംബ പ്രശ്നങ്ങളായിരുന്നു ആത്മഹത്യയ്ക്ക് കാരണം. ഗുരുതരമായി പൊള്ളലേറ്റതിനെ തുടർന്ന് മക്കളായ 7 വയസ്സുകാരി അനാമികയും 2 വയസ്സുകാരൻ ആരവിനെയും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ മരണവാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അന്നേ ദിവസം രാവിലെ 10 മണിയോടെ കുട്ടികളുടെ നിലവിളി കേട്ട് അടുത്ത് താമസിക്കുന്നവർ എത്തിയപ്പോൾ പുകയുയരുന്നത് കണ്ടു. വീടിന്റെ ജനൽച്ചില്ലകളും കതകും പൊളിച്ചു നോക്കിയപ്പോഴാണ് പൊള്ളലേറ്റ അമ്മയെയും മക്കളെയും കണ്ടത്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അർച്ചന മരിച്ചിരുന്നു. കുട്ടികളെ പിന്നീട് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അർച്ചനയുടെ ഭർത്താവ് മനു പെയിന്റിംഗ് തൊഴിലാളിയാണ്. പെയിന്റിങ്ങിന് ഉപയോഗിക്കുന്ന തിന്നർ ഉപയോഗിച്ചാണ് മക്കളെ തീ കൊളുത്തി അർച്ചന ജീവനൊടുക്കിയത്. പത്തനംതിട്ട സ്വദേശിയായ അർച്ചന സുഡാനിൽ നഴ്സിംഗ് ജോലി ചെയ്തിരുന്നു. സ്വർണ്ണവില വീണ്ടും കൂടി. പവന് 240 രൂപയാണ് കൂടിയത്. 1 പവൻ സ്വർണത്തിന് 52,520 രൂപയായി. ഗ്രാമിന് 30 രൂപ കൂടി 6,565 രൂപയായി. സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡോളറിനോട് രൂപയുടെ മൂല്യം ഇടിഞ്ഞതും സുരക്ഷിത നിക്ഷേപമായി സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചതും വിലവർധനയ്ക്ക് കാരണമായിട്ടുണ്ട്. സ്വർണ്ണവില ഇനിയും വർദ്ധിച്ചേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. വന്നത് ആശ്വാസം. MVD. സംസ്ഥാനത്ത് റോഡ് അപകട മരണങ്ങളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ്. 2023-ലെ റോഡ് അപകടങ്ങളുടെ കണക്ക് പുറത്തുവരുമ്പോൾ അപകട മരണങ്ങൾ 2022-ലെ 4,317 എന്ന നമ്പറിൽ നിന്ന് 4,010 ആയി കുറഞ്ഞിട്ടുണ്ടെന്നാണ് MVD അറിയിച്ചത്. AI ക്യാമറകൾ സ്ഥാപിച്ചതും അപകട മരണങ്ങൾ കുറയാനുള്ള കാരണമായിട്ടുണ്ട്. ഭൂരിഭാഗം ആളുകളും ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് തുടങ്ങിയവ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ശീലമാക്കാൻ തുടങ്ങിയത് നല്ല പ്രതീക്ഷയാണ് നൽകുന്നതെന്നും MVD അറിയിച്ചു.